40 നാളുപവസിക്കാം, വിശക്കുന്നവനപ്പം കൊടുക്കാം. ഈശായ്സുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിവസം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുരുടനായ മനുഷ്യന്റെ സൗഖ്യത്തെക്കുറിച്ചാണല്ലോ ഈ ആഴ്ചയിൽ നാം ധ്യാനിക്കുന്നത്. ഇവിടെ ഈ കുരുടനായ മനുഷ്യനിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വലിയൊരു സത്യമുണ്ട്. അതായത് അവന് സൗഖ്യം ലഭിച്ചതിനു ശേഷം അവൻ ആദ്യം കണ്ടത് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിനെ കണ്ടെന്നു മാത്രമല്ല, കർത്താവിനെക്കുറിച്ച്, അവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് വിവരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് വേദഭാഗങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കുരുടനായ മനുഷ്യൻ നമ്മളോടും പറയുന്നത് ഇതുതന്നെയാണ്. നാം ആദ്യം ദർശിക്കേണ്ടത് ക്രിസ്തുവിനെയാണെന്നും അവനിൽ വിശ്വസിച്ച് ജീവിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് കുരുടനായ മനുഷ്യൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കണ്ണുണ്ടായിട്ടും കാണാത്തവരുടെ കൂട്ടത്തിലുള്ളവരാണ് എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് നമ്മളിൽ ഒരു ദർശനം കുറഞ്ഞു പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കാഴ്ചകൾ കൂടുന്നത് കൊണ്ടാണ്. നമ്മുടെ കണ്ണുകൾ എൻഗേജഡാണ്, ഫുൾ ടൈം എൻഗേജഡ് ആയതുകൊണ്ടാണ്. പകലെന്നോ രാത്രിയൊന്നും ഇല്ലാതെ ബാഹ്യമായ കണ്ണുകൾ എൻഗേജഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ ആന്തരിക കണ്ണുകൾ നമുക്ക് തുറക്കുവാനായിട്ട് കഴിയാതെ വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബാഹ്യമായ കണ്ണുകളെ അടച്ച് ആന്തരിക കണ്ണുകൾ സ്വയം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുതന്നെയാണല്ലോ നമ്മൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറുള്ളത്, തുറക്കപ്പെട്ട വാതിലുകൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ എന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ട വാതിലല്ലേ? അപ്പോൾ അതിനൊരു കാവൽക്കാരെ നിയമിക്കുകയും ബാഹ്യമായ കണ്ണുകൾ അടയ്ക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കാനുള്ള സാധ്യത ഏറെ ഉണ്ടാവും. അപ്പോൾ ഉൾക്കണ്ണുകൾ തുറന്നാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ദൈവത്തെയാണ്. അപ്പം അതാണ് ഇവിടെയും ഈ കുരുടനായ മനുഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ ഉൾക്കണ്ണ് തുറന്നു കണ്ടത് കർത്താവിനെയാണ്. അപ്പോൾ നമുക്കും നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്ന് നമ്മുടെ ദൈവത്തെ ഒന്ന് കാണുവാനും, നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുവാനും, ബാഹ്യമായ കണ്ണുകൾക്ക് ഒരു കാവൽക്കാരെ നിയമിക്കുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും പരിപാലിക്കുമാറാകട്ടെ.